ഇന്നത്തെ നമ്മുടെ യാത്ര പാലായിൽ നിന്ന് ആരംഭിച്ച് ഇടുക്കിയിലെ വളരെ മനോഹരമായ കാൽവറി മൗണ്ട് എന്ന സ്ഥലത്തേക്കാണ്. ഈ വഴിയുടെ രണ്ട് സൈഡിലെയും കാഴ്ചകൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഇത്രയും നേരം വന്ന വഴിയിൽ നിന്നും നേരെ പോയാൽ മൂലമറ്റം എന്ന സ്ഥലത്തേക്കും അവിടുന്ന് ഈ ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്ന വഴി പോയാൽ നമ്മളുടെ ഡെസ്റ്റിനേഷനായ കാൽവറി മൗണ്ടിലേക്കും പോകാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ കാണുന്നത് കുളമാവ് ഡാമാണ്. 1976 പൂർത്തിയായ ഇടുക്കി അണക്കെട്ടിൻ്റെ ഒരു ഭാഗമാണിത്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതാണ്. ഈ വഴിയുടെ ഇരുവശങ്ങളും കാണാൻ നല്ല ഭംഗിയുള്ള കാടാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ചീവീടുകളുടെ സൗണ്ട് കേൾക്കാൻ സാധിക്കും. ആന ഇറങ്ങുന്ന വഴിയായതുകൊണ്ട് നമുക്കതിൻ്റെ സൈൻ ബോർഡുകളും വശങ്ങളിൽ കാണാം. നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് വലതുവശത്തേക്ക് പോകുമ്പോഴാണ് കാൽവറി മൗണ്ട്. വഴി ചെറുതായതുകൊണ്ടും ആളുകളുടെ തിരക്ക് അധികമായതുകൊണ്ടും ഇടയ്ക്ക് ചിലപ്പോൾ ഇതുപോലെ വെയിറ്റ് ചെയ്യേണ്ടതായി വരും. അങ്ങനെ നമ്മൾ കാൽവറി മൗണ്ടിലേക്ക് എത്തി. കേരളത്തിലെ തന്നെ നല്ല ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം തന്നെയാണ് കാൽവറി മൗണ്ട്. ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് വരെ നമ്മുടെ വണ്ടിയിൽ ചെല്ലാം.
ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന കാൽവറി മൗണ്ടിലെ മനോഹരമായ കാഴ്ച. ഈ കാണുന്നത് ഇടുക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയാണ്. ഈ മലയുടെ മുകളിലെ ഇത്തിരി തണുത്ത കാറ്റും പ്രകൃതിയുടെ ശാന്തതയും സൗന്ദര്യവും നമ്മളെ ഇവിടേക്ക് വീണ്ടും വരാൻ ആകർഷിക്കും. ഇവിടെ നിൽക്കുമ്പോഴുള്ള ഈ കാറ്റിൻ്റെ ശബ്ദം നിങ്ങളൊന്ന് ആസ്വദിച്ചു വരൂ. ഈ സ്ഥലം ഓരോ സന്ദർശകനും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവം തന്നെയാണ് നൽകുന്നത്. തൊട്ടടുത്തുള്ള ഈ കുരിശുമലയിലേക്കും ഒരുപാട് യാത്രക്കാർ ട്രക്ക് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. അവിടെ നിന്നുള്ള വ്യൂവും വളരെ മനോഹരമായിരിക്കും. ഇന്ന് നമ്മൾ കണ്ട കാൽവറി മൗണ്ടിലെ ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ട്രാവൽ വീഡിയോകളുമായി വരുന്നതുവരെ നന്ദി. വീണ്ടും കാണാം.